സഹോദരിയുടെ വീട്ടിലുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സഹോദരിയുടെ വീട്ടിലും ഒരുപക്ഷെ പോലീസ് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. മുബഷീർ, അങ്ങനെ ഒരു സാധ്യതയുമുണ്ടല്ലോ. സഹോദരിയുടെ വീട് ഇവിടെ നിന്നും അധികം അകലെയാണ്. അവിടെ ഷെഡുണ്ട്, ആ ഷെഡിന്റെ ഉള്ളിൽ പോയെന്നറിയില്ല. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ആ, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ, ഞങ്ങൾ പാറയില്ലേ, ആ പാറിന്റെ അവിടെ നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴായിരുന്നു സമയം? അതാ ഇവരെല്ലാരും കൂടി ഇതേ മുടുക്കിക്കൊണ്ട് വരുന്നു കണ്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ അയാൾ ആ മൊക്കി നിൽക്കണ്ടായിരുന്നു. ഒരു പറമ്പാണ് അവിടെ. എല്ലാം അവരൊക്കെ കൂടി മുടുക്കിക്കൊണ്ട് വന്നാണ്. സാർമാരും ഇവിടുത്തെ പിള്ളേർ ഓടിച്ചു കൊണ്ടുവന്നാണ്. ആ, എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. വസ്ത്രം ധരിച്ചിരുന്ന നിറം ഓർമ്മണ്ടോ? ഇരുട്ടല്ല, കണ്ടില്ല. അതൊന്നും കണ്ടിട്ടില്ല. ആ, അവിടെ വരെ നിൽക്കണ്ടായിരുന്നു. കിട്ടാവുന്ന എല്ലാ ഇടങ്ങളിലും പോലീസ് തിരയുകയാണ് ഇപ്പോൾ. ഉയരമുള്ള സ്ഥലങ്ങളിൽ, ഒപ്പം മതിൽക്കെട്ടുകൾക്കപ്പുറത്ത്, മറകളിൽ ഒക്കെ എവിടെയൊക്കെ തിരയാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം തിരയുകയാണ്. കഴിഞ്ഞ 34 മണിക്കൂറിനായി കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തുകയാണ് ചെന്താമര ഒരു ക്രിമിനൽ ആണെങ്കിലും ആ രീതിയിൽ വലിയ വൈദഗ്ധ്യമൊന്നുമുള്ള ആളല്ല. 4 ദിവസം കഴിഞ്ഞ തവണ ഈ നെല്ലിയാമ്പതിയിൽ സജിതയെ വധിച്ചതിന് ശേഷം മറഞ്ഞിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അത്തരം വലിയ വൈദഗ്ധ്യമൊന്നും അയാൾക്കില്ല. പക്ഷേ അയാൾ കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തുകയാണ്. 34 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ചെന്താമരയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പോലീസിന്റെ വലിയ ബറ്റാലിയൻ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്.